വീണു, ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം നീയായിരുന്നു. നിനക്ക് ഞാൻ അങ്ങനെയായിരുന്നെന്നാ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ശരിക്കും ഞാനില്ല നിനക്ക് പറ്റൂടാ. ഹലോടാ, വിൻസെൻ്റ് ആണ്. എന്താണ് മച്ചാനെ ആ സമയത്ത്? എടാ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എനിക്കൊരാൾ ഡിജിറ്റൽ ഐ ഡി ബ്രേക്ക് ചെയ്യണം. എന്തിന്? എടാ, അത്യാവശ്യം ഒരു വൺ മിസ് ഫിദ മാനുവൽ. പുള്ളിക്കാരുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിയേണ്ടത്. നടക്കില്ല മച്ചാനെ. എടാ, അങ്ങനെ പറയല്ലേ, അത്യാവശ്യം. സീരിയസാ? സീരിയസാ. എനിക്ക് എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ ചിലവട്ടെ. ചിലവൊക്കെ ചെയ്യടാ. നീ കാര്യം പറ, ശരിയാക്കാൻ പറ്റില്ലേ? ഓൾ റൈറ്റ്, അതിൽ അപ്ഡേറ്റ്സും. ഓക്കെടാ, ശരി. മാർട്ടിനില്ലേ ചേട്ടാ? എന്താ സാറേ ഈ വഴിക്കൊക്കെ? നോട്ടത്തിനൊന്നും പോയില്ല മാട്ടി? ഇല്ല സാറേ. അതെന്താടാ, നിന്റെ പണി മുഴുവൻ രാത്രിയിലാണെന്നാണല്ലോ ഞാൻ കേട്ടത്. ജീവിക്കണ്ടേ സാറേ? സാറേ വന്ന കാര്യം പറ. മാർട്ടി, ഏകദേശം ഒരു 1.5 മാസം മുമ്പ് സാം പീറ്റർ എന്നൊരാളെ ഡ്രൈവർ ശിവാനന്ദം പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് നിന്റെ കാറിൽ നീ കൂട്ടിക്കൊണ്ടു പോയിരുന്നു. സാറേ, അതിന്റെ പിറ്റെന്നല്ലേ അയാൾ ചത്തത്? ചത്തതല്ല, കൊന്നത്. അപ്പൊ നിനക്ക് അതൊക്കെ അറിയാലേ? സാറേ വെറുതെ സീനാക്കല്ലേ. നിന്റെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണല്ലോ. സാറേ അത് വേണ്ട, കൊന്നതാണെങ്കിൽ നൈസായിട്ടൊക്കെ പെടുത്താനല്ലേ. മോന്താസേ, അവന്റെ ചാവി വാങ്ങിച്ച് അവന്റെ വണ്ടി നല്ലോണം ഒന്ന് ചെക്ക് ചെയ്യും. പോയിട്ട് ചാവി എടുത്തിട്ട് വന്നേ. പോ പോ. സാറേ ചാവി. ഈ മരുന്ന് എവിടെ നിന്നാണ് വാങ്ങിയത്? മരുന്നാ? ഏത് മരുന്ന്? ഇത്. ഓ ഇതോ? ഇതാ കളവന് കൂടെ ഉണ്ടായിരുന്ന ആൾ കൊടുത്താ. അയാളത് വണ്ടിയെ മറന്നു വെച്ചാ നമുക്കെന്തിനാ സാറേ ഈ മുന്തിയ മരുന്നൊക്കെ? ശരി മോന്താസേ, സർ ഇത് വെച്ചോ, ശരിക്കും ആവശ്യം വരും. സാർ ഊഹിച്ചതുപോലെ തന്നെ ആ രജിസ്ട്രാർ ചില്ലറക്കാരനല്ല സാർ. സാം പീറ്റർ മരിച്ച ആ ദിവസം തന്നെ അയാൾ ഒരു ഇല്ലീഗൽ സെക്കൻഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഒന്നാം തരം പാർട്ട്ണർഷിപ്പ് കച്ചവടമാണ് സാർ. ഒന്ന് പൊട്ടിച്ചിട്ടങ്ങ് പൊക്കിയെടുക്കട്ടെ സാർ. കുറച്ച് കടം കൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂട്ടി മുറയ്ക്കങ്ങ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ. ഓട്ടേടാ. ഡോക്ടറെ, നിങ്ങൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അത്ര പന്തിയല്ലല്ലോ. സർ പ്ലീസ് ഉപദ്രവിക്കരുത്. ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് മർഡർ. നിങ്ങളിതിൽ ഇൻവോൾവ് ആണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. സർ പ്ലീസ്, രാത്രിയാണ്, ഭാര്യയും കുഞ്ഞുണ്ട്, ഉപദ്രവിക്കരുത്. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെന്ന് വണ്ടി കയറാൻ നോക്ക്. ഒരു മിനിറ്റ് സാർ. മോളമ്മയുടെ കൂടെ അകത്തേക്ക് ചെല്ലേ. നീ ഇവിടെയും കൊണ്ട് അകത്തേക്ക് ചെല്ലേ. ചെല്ലേ. എന്താ? എപ്പോ വരാം? ചെല്ലേ. ശരി മോളെ.
ഞാൻ ഫോൺ ഇടാം. സ്പീക്കറിലിട്. വിക്കി, ദാ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിക്കോ. പോലീസ് ആ റൂട്ടിൽ വരുന്നുണ്ട്. പെട്ടെന്ന് ഇറങ്ങി നീ സ്കൂട്ടാവാൻ നോക്ക്. ആ ഹലോ. ആ മച്ചാനെ. ആ ഫിദ മാനുവൽ, ഏജ് 23, ഫാർമസി അസിസ്റ്റന്റ് ബൈ പ്രൊഫഷൻ. ഓക്കെ. ലെഫ്റ്റ് എ ജോബ് 1 week back. ബെസ്റ്റ് ഫ്രണ്ട് ഇസ് വിക്കി. അറ്റ് പ്രസന്റ് ആൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിനക്ക് അതിന് വലിയ ഉപകാരം കണ്ടേക്കാം. താങ്ക് യു മാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാത്രമേ ഉള്ളൂ, ചിലവൊന്നുമില്ലേ? ചെയ്യാട്. ഓക്കെടാ. ഓക്കെ, ശരി, ബൈ. ക്ഷമിക്കണം, ഇന്ന് വളരെ തിരക്കുള്ള ദിവസമായി പോയി. വക്കീലിനെ കാണാൻ ഇതിലും കൂടുതൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. എൻ്റെ മോൾ ജാസ്മിൻ 2 ദിവസം മുമ്പ് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ദൈവാനുഗ്രഹം കൊണ്ട് തക്ക സമയത്ത് എനിക്ക് ഇടപെടാൻ പറ്റി. ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അറിയാലോ, അവളുടെ പ്രശ്നം നിങ്ങളുടെ മകൻ വിൻസെന്റ് തന്നെയാണ്. മോള വിന്നി, അവനുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് മോൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞിരുന്നു. ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. എതിർപ്പ് മുഴുവൻ കാണിച്ചത് നിങ്ങളുടെ മകൻ വിൻസെൻ്റാണ്. ഈ നിൽക്കുന്ന മോളുടെ സ്ഥാനത്ത് എൻ്റെ മോളെ കണ്ട് നിങ്ങൾ എത്രയും വേഗം ഒരു തീരുമാനത്തിലെത്തണം. ഞാൻ ഇന്ന് തന്നെ വിനുവിൻ്റെ അപ്പയുമായിട്ട് സംസാരിക്കാം. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എത്രയും പെട്ടെന്നൊരു തീരുമാനത്തിലെത്തണം. ഞങ്ങളുടെ മോളെ പഴയതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ജാസ്മിൻ്റെ പപ്പയും മമ്മിയും ഇവിടെ വന്നിരുന്നു. ആ കുട്ടി ജാസ്മിൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവളുടെ പപ്പയും മമ്മിയും ഇവിടെ വന്ന് വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് പോയത്. നമുക്ക് അധികം വൈകാതെ അവനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യും, നാളെ അവിടെ മാനേജർ ഏൽപ്പിച്ചിട്ട് മോളെയും കൂട്ടിക്കൊണ്ടു. ഓക്കെ. അവൻ്റെ കാര്യങ്ങൾ ഇവിടെയും കുറച്ച് കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ശരി.